ഹായ് ഫ്രണ്ട്സ്, അവനീസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ടാത്ത ഈ ടൊമാറ്റോ റൈസ് വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. മീനും മുട്ടയും ഇറച്ചിയും ഒന്നുമില്ലാത്തപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി തന്നെയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഈ ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഒരു 5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് പൊടിച്ചത്, ഇത്രയും കൂടെ ചേർത്തൊന്ന് മൂപ്പിക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മണമൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാള നന്നായിട്ട് വഴറ്റി നമുക്ക് ഉടച്ചെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതൊരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 7 ചെറിയ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. ഈ ഒരു ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരുടെ റെസിപ്പിയാണ്. അവരതിനെ തക്കാളി സാദം എന്നാണ് പറയുക. അവർ ഇങ്ങനെ റൈസ്, ഓരോ ടൈപ്പ് റൈസ് ഉണ്ടാക്കിയിട്ട് അധികം കറികളൊന്നും ഇല്ലാതെ കഴിക്കുന്ന ഒരു രീതിയാണ്. അവരധികം ഫിഷ് അങ്ങനെ അധികം അവർ വാങ്ങിക്കാറില്ല. അവർ മട്ടൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് വെറൈറ്റി റൈസുകളുണ്ട് കേട്ടോ. ലെമൺ റൈസ് ഉണ്ട്, അതേ കണക്ക് സാമ്പാർ റൈസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് റൈസ് ഉണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് 2ആയിട്ടൊന്ന് പിളർന്നിട്ടുണ്ട്, അറ്റം മുറിച്ചിട്ടില്ലാത്തതാണ്. ഈ ഒരു പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 4 എണ്ണം ചേർത്തിട്ടുള്ളത്. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണം ചേർക്കാം. സവാള നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി തന്നെയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ തക്കാളി ചേർക്കണം. ഞാനൊരു മീഡിയം സൈസ് 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി ഉടച്ചെടുക്കാം. നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തക്കാളി ഇത്രയും ആയാൽ പോരാ, തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് മസാല പരുവാവണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ടൊമാറ്റോ റൈസിന് നല്ല ടേസ്റ്റ് വരുള്ളൂ. ടൊമാറ്റോയുടെ ഫ്ലേവർ നമ്മുടെ ചോറിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണം. അപ്പോഴാണ് ആ ഒരു റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ലാത്തൊരു റൈസ് തന്നെയാണിത്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടി ഒന്ന് ആവണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൊമാറ്റോ റൈസിൽ തക്കാളിയും കറിവേപ്പിലയും അവർ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാറുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞൊരു ഗ്രേവി പരുവാകുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർക്കാവൂ. അല്ലെങ്കിൽ ഒരു തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടില്ല. ഈ ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ നിന്നാണ് ഞാൻ പഠിച്ചത് കേട്ടോ. അമ്മ കുറേ കാലം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അമ്മ പഠിച്ച ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അതിൽ എനിക്കിഷ്ടമുള്ള കുറച്ച് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ ഒരു ടൊമാറ്റോ റൈസ്. പിന്നെ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളെ വഴിയെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ചേർക്കാനുള്ളത് എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണോളം മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
നമ്മൾ റൈസ് ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് അതിൽ ഉപ്പ് അത് അനുസരിച്ചിട്ട് വേണം നമ്മൾ മസാലയിൽ ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഒരു സ്പെഷ്യൽ മസാലയാണ്. ടൊമാറ്റോ റൈസിൻ്റെ അവർ തനതായി ചെയ്യുമ്പോൾ ചേർക്കുന്ന അതേ മസാല അത് നമുക്ക് ചേർക്കാം. ഇതിൽ പെരുംജീരകം ഉപയോഗിക്കുന്നതേ ഇല്ല, ഇതിലൊരു ഗരം മസാലയല്ല അവർ ഉപയോഗിക്കുന്നത്. ആ പൊടി നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതാണ് ആ മസാല. ഇത് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 10 ഗ്രാമ്പു, ഒരു 5 ഏലക്ക, ഇത് 3 മാത്രം നന്നായിട്ട് വറുത്ത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതാണ് അവർ ടൊമാറ്റോ റൈസിൽ ചേർക്കുന്ന മസാല. ഇത് വറുക്കുമ്പോഴേ ഒരു നല്ല മണമുണ്ട്, പക്ഷേ എന്നാലും നന്നായിട്ട് പൊടിച്ച് നമ്മളൊരു എടുക്കുമ്പോൾ ഭയങ്കര ഒരു നല്ല മണമാണ്. ഇത്രയും മസാല നമ്മൾ ഇത്രയും ഗ്രാമ്പും ഒക്കെ ചേർത്തത് കൊണ്ട് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവുമോ, നല്ല ടേസ്റ്റ് ആയിരിക്കുമോ, ഏലക്ക 5 ചേർത്തത് കൊണ്ട് അത് നന്നായിട്ട് വരുമോ എന്നൊന്നുമില്ല. വളരെ ടേസ്റ്റാണ്. അത് അവരുടെ ആ ഒരു കുക്കിങ്ങിൻ്റെ രീതി കൊണ്ടായിരിക്കും. അവർ ചെയ്യുന്നത് നല്ല വിറകടുപ്പിലൊക്കെ ചെയ്യുന്നത്. തമിഴ്നാട്ടുകാർ ഇപ്പോഴും നല്ലതുപോലെ വിറകടുപ്പിൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളാണ് കുറച്ച് മടിയേറി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചേർക്കാം, എന്നാൽ ഇപ്പോൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കും. കുറച്ച് തണ്ടോടുകൂടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് കുഴപ്പമൊന്നുമില്ല. ഇല മാത്രം വേണമെന്നൊന്നുമില്ല. ഇനി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ റൈസിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഞാനിത് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വീതം 3 ഗ്ലാസ് വെള്ളം വെച്ച് വറ്റിച്ചെടുത്തതാണ്. ഇനി ഇത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മസാലയെല്ലാം നമ്മുടെ റൈസിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ മസാല എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. റൈസും മസാലയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിലർ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ടൊമാറ്റോ അരച്ച് ചേർത്തിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഉണ്ടാക്കിയാൽ ഈ ഒരു ടൊമാറ്റോ റൈസിന് നല്ല ടേസ്റ്റ് കിട്ടില്ല. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനൊരു രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചോറ് ഒട്ടും കുഴഞ്ഞു പോയിട്ടും ഇല്ല, നല്ലതുപോലെ തന്നെ ഒന്നൊന്നായിട്ട് കിടക്കുന്നുമുണ്ട്. ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് നമ്മൾ സാധാ വേവിക്കുന്നത് പോലെ തന്നെ, പക്ഷേങ്കിൽ എല്ലാവരും 3 പ്രാവശ്യമാണ് മിക്കവരും അരി കഴുകുന്നത്. ഇത് ഒരു 5 പ്രാവശ്യം നമ്മൾ അരി കഴുകി കഴിഞ്ഞാൽ ചോറ് കുറച്ച് വെന്താൽ തന്നെയും നല്ല ഒന്നൊന്നായിട്ട് വിട്ട് കിടക്കും. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം. നമ്മൾ മല്ലിയില നേരത്തെ ചേർത്തത് കൊണ്ട് തന്നെ വളരെ കുറച്ച് മല്ലിയില ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് നല്ല നെയ്യാണ്. അതൊരു 1.5 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഗീ ഉപയോഗിക്കരുത്. വെജിറ്റബിൾ ഗീ നമ്മൾ ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൈസ് കെട്ടിപ്പോവും, അതായത് മുറക്കൊള്ളിച്ചു പോവും. അത് മാത്രം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു റൈസിൻ്റെ ചൂടുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് വെച്ചേക്കാം. അപ്പോൾ അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ഇതിരിക്കട്ടെ. അപ്പോൾ ഇത് വെച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റോടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രം തുറക്കാം. അതിന് ശേഷം നമുക്ക് വിളമ്പാം. ടൊമാറ്റോ റൈസ് ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ടൊമാറ്റോ റൈസ് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. കുറച്ച് സലാഡും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഇത് 4 പേർക്കുള്ള ഒരു കൊച്ചു കുടുംബത്തിന് ഒരു നേരം കറക്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാകും. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.